ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ മണ്ണ് മാറ്റിയുള്ള പരിശോധന അവസാന ഘട്ടത്തിലേക്കാണ്. 9ാം ദിവസമായി ഇന്ന് 13ാമത്തെ പോയിന്റിൽ തെരച്ചിൽ നടത്തും. സാക്ഷി കൂടുതൽ പോയിന്റ് ചൂണ്ടിക്കാട്ടിയാൽ അവിടെയും തെരച്ചിൽ നടത്താനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. നേരത്തെ കിട്ടിയ അസ്ഥികൂട അവശിഷ്ടങ്ങളുടെ ഫോറൻസിക് പരിശോധനാ ഫലം ഇന്ന് കിട്ടിയേക്കും. സുനിൽ ഐസക് കൂടുതൽ വിവരങ്ങളുമായി. സുനിൽ, എങ്ങനെയാണ് ഇപ്പോൾ ഇതിന്റെ പരിശോധന പുരോഗമിക്കുന്നത്? ഈ പ്രദേശത്ത് മണ്ണ് നീക്കിയുള്ള പരിശോധന അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഇന്ന് പരിശോധന 9ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. രാവിലെ മുതൽ തന്നെ അവിടെ പരിശോധന ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതായത് 13 സ്പോട്ടുകളാണ് ഈ ശുചീകരണ തൊഴിലാളി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ചൂണ്ടിക്കാട്ടിക്കൊടുത്തത്. അതിൽ 12 സ്പോട്ടുകളിലെയും പരിശോധന പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ളത് 13ാമത്തെ സ്പോട്ട് മാത്രമാണ് ബാക്കിയുള്ളത്. ആ സ്പോട്ടിലാണ് ഇന്ന് പരിശോധന ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അവിടെ വലിയൊരു ട്രാൻസ്ഫോമർ നിലവിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ട്രാൻസ്ഫോമർ സ്ഥാപിക്കാൻ വേണ്ടി തന്നെ നേരത്തെ അവിടെ വലിയ ആഴത്തിൽ കുഴിയെടുത്താണ് ട്രാൻസ്ഫോമർ സ്ഥാപിച്ചത്. ആ പ്രദേശത്ത് തന്നെയാണ് വീണ്ടും പരിശോധന നടക്കുന്നത്. അന്ന് ഈ ട്രാൻസ്ഫോമർ സ്ഥാപിച്ച സമയത്ത് ഏതെങ്കിലും തരത്തിൽ അസ്ഥികൂടങ്ങളോ അല്ലെങ്കിൽ സംശയിക്കത്ത സാഹചര്യത്തിലുള്ള എന്തെങ്കിലുമോ കിട്ടിയിട്ടില്ല എന്നാണ് അവിടുത്തെ പഞ്ചായത്ത് അംഗം അടക്കമുള്ള ആളുകൾ പറയുന്നത്. പക്ഷേ അത് വിശ്വാസത്തിലെടുക്കുന്നില്ല അന്വേഷണ സംഘം. അതിനപ്പുറത്തേക്ക് കുറെ കൂടി ആഴത്തിൽ അദ്ദേഹം പറഞ്ഞ സ്ഥലങ്ങളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് മണ്ണ് മാറ്റിയുള്ള പരിശോധന നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ 9 ദിവസം നടത്തിയ പരിശോധനയിൽ 2 ഇടങ്ങളിൽ നിന്നാണ് അസ്ഥികൂടം കിട്ടിയിരിക്കുന്നത്. അതിൽ ഒന്ന് 6ാമത്തെ സ്പോട്ടിൽ നിന്നായിരുന്നു. 6ാമത്തെ സ്പോട്ടിൽ മണ്ണ് നീക്കിയുള്ള പരിശോധനയിൽ മനുഷ്യന്റെ ഇതൊന്ന് സ്ഥിരീകരിച്ചിട്ടുള്ള അസ്ഥികൂടത്തിന്റെ ഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് മണ്ണിൽ ചിതറിക്കിടക്കുന്ന നിലയ്ക്കായിരുന്നു അസ്ഥികൂടത്തിന്റെ ഭാഗങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷെ അത് പ്രാഥമികമായ പരിശോധനയിൽ അതൊരു പുരുഷന്റെ അസ്ഥികൂടമാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അത് കൂടുതൽ ശാസ്ത്രീയ പരിശോധനയ്ക്കായി ബാംഗ്ലൂരിലെ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിരിക്കുകയാണ്. അവിടെ പരിശോധന ഇപ്പോൾ തുടരുന്നുണ്ട്. അതിന്റെ പരിശോധന ഫലം ഒരുപക്ഷെ ഇന്ന് ലഭിച്ചേക്കുമെന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റൊരു അസ്ഥികൂടം കിട്ടിയത് 10ാമത്തെ സ്പോട്ടിനും 11ാമത്തെ സ്പോട്ടിനും ഇടയ്ക്ക് നിന്നാണ്. അത് നേരത്തെ സാക്ഷി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു സ്ഥലമായിരുന്നില്ല. അതായത് 10ാമത്തെ സ്പോട്ട് 11ാമത്തെ സ്പോട്ടിലേക്ക് പോകുന്ന ഭാഗത്തു നിന്നാണ്. അധികം പഴക്കമില്ലാത്ത ഏതാണ്ട് ഒരു 2 വർഷത്തിൽ താഴെ മാത്രം പഴക്കമുള്ള ഒരു അസ്ഥികൂടത്തിന്റെ അവശിഷ്ടങ്ങൾ ലഭ്യമായിട്ടുള്ളത്. അതും പക്ഷേ പുരുഷന്റെ മൃതദേഹമാണെന്നാണ് ഒരു പ്രാഥമികമായ നിഗമനം. അവിടെ ആ പുരുഷന്റെ വസ്ത്രങ്ങളും മറ്റും അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. 1-2 സ്ഥലങ്ങളിൽ നിന്ന് സാരിയും മറ്റും മരത്തിൽ കെട്ടി തൂക്കിയിട്ട നിലയിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ 12 ഇടങ്ങളിൽ നടത്തിയ പരിശോധനയിലും കാര്യമായ ഒന്നും ലഭിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇന്ന് 13ാമത്തെ ദിവസം ഏറെ നിർണായകമാണ്. അവിടെയാണ് വളരെയധികം മൃതശരീരങ്ങൾ കുഴിച്ചിട്ടുവെന്ന് സാക്ഷി പറയുന്ന സ്ഥലം. അവിടെ ഇപ്പോൾ ഇന്ന് മണ്ണ് മാന്തിയുള്ള പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. എന്തെങ്കിലും അവിടെ നിന്ന് ലഭിച്ചാൽ ഒരുപക്ഷെ ഈ കേസിൽ അത് നിർണായകമാകും. ഇനി 2 സാധ്യതകളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്. ഈ 13ാമത്തെ സ്പോട്ട് കൂടി പരിശോധിച്ച് കഴിഞ്ഞാൽ അവരുടെ മുന്നിലുള്ള വഴി എന്ന് പറയുന്നത് ഒന്നുകിൽ പരിശോധന അവസാനിപ്പിക്കുക, അതല്ലെങ്കിൽ സാക്ഷിക്ക് കൂടുതലായി ഏതെങ്കിലും സ്ഥലങ്ങൾ കാണിച്ചു നൽകാനുണ്ടെങ്കിൽ, സംശയാസ്പദമായി ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളിൽ കൂടി പരിശോധിക്കുക എന്നതാണ് അവരുടെ മുന്നിലുള്ള മാർഗം. അതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ എന്തൊക്കെയാണെന്ന് വരും ദിവസങ്ങളിൽ അന്വേഷണ സംഘം യോഗം ചേർന്ന് തീരുമാനമെടുക്കും. DGP പ്രണബ് മോഹന്തി അടക്കമുള്ള ആളുകൾ അവിടെ ഇപ്പോഴും അവിടെ സ്ഥലത്ത് തമ്പടിച്ചുകൊണ്ട് പ്രത്യേക ഓഫീസ് ആരംഭിച്ചിട്ടുണ്ട്. അവിടെ ബെൽത്തങ്ങാടിയിൽ ആ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അവരുടെ പ്രവർത്തനങ്ങൾ അവിടെ ഇപ്പോഴും തുടരുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ഒരു ആരോപണം ഉണ്ടായിരുന്നു. അതായത് 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പോലീസുകാരുടെ കൂടി സാന്നിധ്യത്തിൽ അവിടെ കുഴിച്ചു മൂടിയെന്ന ആക്ഷൻ കൗൺസിലിന്റെ കൺവീനറായിട്ടുള്ള ജയന്ത് ഉന്നയിച്ചിട്ടുള്ള ആരോപണം. ആ ആരോപണം സംബന്ധിച്ച കേസ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ പോലീസ്, പ്രത്യേക അന്വേഷണ സംഘം. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ജയന്ത് കാണിച്ചു കൊടുത്തിട്ടുള്ള സ്ഥലങ്ങൾ കൂടി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം കൂടി നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നും കൂടി എന്തെങ്കിലും പ്രധാനപ്പെട്ട വിവരങ്ങൾ കിട്ടിയില്ലെങ്കിൽ അത് സ്വാഭാവികമായും ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ വലിയ തോതിൽ ബാധിക്കുമെന്നത് ഉറപ്പാണ്. ശരി, സുനിൽ ഐസക്